ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ക്യാരറ്റ് ഫാമിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ പോകുമ്പോഴുള്ള വീഡിയോ ഒക്കെ എടുക്കാം. ഇതൊക്കെ നമ്മൾ വരുന്ന വഴിക്കുള്ള വ്യൂസാണ്. കണ്ടോ, ഇതൊക്കെ ഒരു ചെറിയ ടൗണാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെയാണ് ക്യാരറ്റിൻ്റെ കൃഷിയില്ല. പക്ഷെ നമ്മൾ എത്താനായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ആ റോഡ്. ഇതൊക്കെ കൃഷി ചെയ്യുന്ന ഇടങ്ങളാട്ടോ. അത് അവിടെയൊക്കെ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അവർ കൃഷി ചെയ്യും ഇതിൻ്റെ ഇട. നല്ല കാറ്റുണ്ടേ, എല്ലാം കാണുന്നുണ്ടോ? നല്ല കാറ്റ്, അവിടെ നല്ല തണുത്ത കാറ്റ്. സൂപ്പർ. നമ്മൾ ഏറ്റവും പീക്കിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഫുൾ വ്യൂ കാണാൻ പറ്റും കേട്ടോ. മഞ്ഞ് മൂടിയ ആകാശം. ഏറ്റവും മേലായിട്ടുണ്ട് കർമ്മങ്ങൾ കൂടി നിൽക്കുന്നത്. സൂപ്പർ ആട്ടോ അവിടെ. ഗൈസ്, അങ്ങനെ നമ്മളിതാ അപ്പോൾ ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂനൂര് വിട്ടിട്ട് ഈ കാണുന്നത് മുഴുവൻ ഊട്ടിയുടെ ഭാഗങ്ങളാണ്. ഇതുവഴിയാണ് നമ്മൾ ക്യാരറ്റ് ഫാക്ടറിയിലേക്ക് പോകുന്നത് കേട്ടോ. ഗൈസ്, നമ്മൾ ക്യാരറ്റൊക്കെ നീറ്റാക്കുന്ന ഒരു ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ ഇത് ഊട്ടി ടൗണിൽ തന്നെയാണ് വരുന്നത്. ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ടിരുന്ന ക്യാരറ്റ് നേരെ ഇവിടത്തേക്ക് എത്തിക്കുന്നു. ഇവിടെ അത്യാവശ്യം സ്റ്റാഫുകളുണ്ട്. ഈ സ്റ്റാഫുകൾ ഈ ക്യാരറ്റ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഓരോരോ ചാക്കുകളിലാക്കിയിട്ട് ഇവരുടെ ഓർഡർ അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അവരുടെ ക്ലീനിങ് പ്രോസസ്സിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഞാൻ കാണിക്കട്ടോ വീഡിയോ ടോട്ടലായിട്ട്. ഇതാണ് ക്യാരറ്റ്, പറിച്ചുകൊണ്ടുവരുന്ന ക്യാരറ്റ് നേരെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണിത്. ഇതിലിട്ടിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത ശേഷം അത് കഴുകി വൃത്തിയാക്കി ചാക്കി കെട്ടുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും ഇവിടെയാണ് നടക്കുന്നത്. കണ്ടില്ല, അടുത്ത് പോയാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്യാരറ്റിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇവരെല്ലാവരും ഓരോരുത്തരുടെ പണിയിൽ ശ്രദ്ധിക്കുകയാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം അവരൊരുക്കി തരുന്നുണ്ട്. തന്നു കുറേ. ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫ്രഷ് ക്യാരറ്റ് നമുക്കിവർ കഴിക്കാൻ വേണ്ടി തന്നെയാട്ടോ. എടുത്തോളാൻ പറഞ്ഞു, സെയിലാക്കുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് കഴിക്കാൻ എടുക്കാൻ പറഞ്ഞു. ഗൈസ്, ആ കാണുന്ന ഏരിയയിൽ ക്യാബേജ് ഉണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇവിടെ ഫുള്ള് കമ്പിവേലി കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ചുറ്റി വേണം അങ്ങോട്ടേക്ക് പോകാൻ. അത് റിസ്ക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒന്നാമത് അവിടെ വിളവെടുക്കാനായിട്ടില്ല, വളർന്നു വരുന്നേ ഉള്ളൂ. അത് പാകമായതിന് ശേഷമാണ് അവിടെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെയുള്ള. ആ ചേട്ടൻ പറഞ്ഞാൽ ആ വഴിക്ക് പോകാൻ, പക്ഷെ നമ്മൾ നുഴഞ്ഞ് കയറേണ്ടി വരും. അത് റിസ്ക് ആയത് കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാത്രം കാണിക്കുന്നു.